എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? അവരൊന്നിച്ചിരിക്കുകയാണ്. ആരാണ് ഈ അവർ? ലൈഫ് ഓഫ് അനന്തുവിലെ അനന്തുവും സിജോയും. കുറേ ദിവസങ്ങളായിട്ട് ഉപ്പുമുളകും ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വിഷയമാണ് സിജോ അനന്തുവിൻ്റെ പാരൻസിനെ പറഞ്ഞ ഒരു വിഷയം. എല്ലാ റിയാക്ഷൻ വ്ളോഗേഴ്സും ഉപ്പുമുളകും ഫാമിലിയെക്കുറിച്ച് വീഡിയോ ചെയ്ത സമയത്ത് സിജോ വന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്യുകയും അവരുടെ നല്ല വശങ്ങൾ എടുത്തു പറയുകയും അവരെ ആരും വിമർശിക്കരുത്, നിങ്ങൾ സത്യം അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സിജോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ ഒപ്പം തന്നെ സിജോ അനന്തുവിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ആ സംസാരിച്ചതിൻ്റെ ബേസിൽ അനന്തു സിജോ പണ്ട് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയെ വിമർശിക്കുന്ന, അതും മോശമായിട്ട് വിമർശിക്കുന്ന കുറേ വീഡിയോസ് വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും സിജോ എയറിൽ പോവും. അങ്ങനെ സിജോ നേരെ ശൂന്യാകാശത്തേക്ക് ഒരു ഒറ്റ പോക്കായിരുന്നു. ഈ പോയ സിജോ തിരിച്ച് അനന്തുവിനെ എതിരെ ഒരു വീഡിയോ ചെയ്തു. അതും അനന്തുവിൻ്റെ പൈതൃകത്തെ ചോദ്യം ചെയ്തുകൊണ്ട്. അനന്തു അതിന് മറുപടി കൊടുത്തു. ഈ മറുപടിയൊക്കെ കൊടുത്തതിൻ്റെ ഫലമായിട്ട് സിജോ വീണ്ടും താഴേക്ക് വരാൻ ശ്രമിച്ചിട്ട് എത്രത്തോളം മേളിലേക്ക് പോയോ അതിൻ്റെ 10 ഇരട്ടി വീണ്ടും മേളിലേക്ക് പോയി. സിജോയുടെ ഫാമിലി വ്ളോഗ് ആയിക്കോട്ടെ, സിജോയുടെ റിയാക്ഷൻ വ്ളോഗ് ആയിക്കോട്ടെ, ഏത് വീഡിയോയുടെയും താഴെ തെറി അഭിഷേകമായി. ചുരുക്കം പറഞ്ഞാൽ ഗാലറി സിജോയ്ക്ക് എതിരായി. ഗാലറി സിജോയ്ക്ക് എതിരായപ്പോൾ തന്ത്രപരമായ നീക്കം നടത്തി. സിജോ നേരെ അനന്തുവിന്റെ വീട്ടിലെത്തി. അതല്ലായിരുന്നുവെങ്കിൽ സിജോ ആരുടെയൊക്കെ പാരൻസിനെ സ്മരിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ വീട്ടിൽ ചെല്ലണമായിരുന്നു. ഇവിടെ സിജോയ്ക്ക് എതിരായി ജനങ്ങൾ. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉറപ്പായിട്ടും സിജോ അനന്തുവിന്റെ വീട്ടിലെത്തിയത്. ഹായ്, ഞാൻ നിൽക്കുന്നത് അനന്തുവിൻ്റെ കൂടെയാണ്. ഞങ്ങൾ അനന്തുവിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. വന്ന വേറൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. യൂട്യൂബിൽ നമ്മൾ വീട്ടിലുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ കാണുന്ന ആളുകൾക്ക് അതൊരു ഒരുത്തൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ പറയുന്നത് വളരെ ചെറിയ കാര്യമാണ് സിജോയെ സംബന്ധിച്ച്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ പാരൻസിന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ റിയാക്ട് ചെയ്യും. ഞങ്ങൾ തമ്മിൽ പേഴ്സണലി പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ പ്രശ്നം ഉള്ളത്? അനന്തു സിജോനെ എന്തോ പറഞ്ഞതിന്റെ പേരിലാണ് സിജോ തിരിച്ച് അനന്തുവിന്റെ വീട്ടുകാരെ പറഞ്ഞത്. അപ്പോൾ പേഴ്സണലി അല്ലെങ്കിൽ പിന്നെ അത് പബ്ലിക്കായിട്ടുള്ള ഇഷ്യൂ ആണോ? ഒന്നുമല്ല. സിജോ അങ്ങോട്ട് പറഞ്ഞു, അനന്തു തിരിച്ചു പറഞ്ഞു, വീണ്ടും സിജോ അങ്ങോട്ട് പറഞ്ഞു, അനന്തു ഇങ്ങോട്ട് പറഞ്ഞു. ഒടുവിൽ സിജോ വന്നിട്ട് അനന്തുവിന്റെ വീട്ടുകാരെ പറഞ്ഞു. ഞങ്ങൾ വിചാരിക്കും. ഞാൻ കഴിഞ്ഞ പരാമർശം ഉണ്ടായിരുന്നു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും. അവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം. ഇപ്പം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പാരൻസിനെ വളരെ മോശമായ രീതിയിൽ എന്റെ വാചകം വന്നു. അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൂച്ചിനെ പറഞ്ഞതാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതൊക്കെ സംസാരിച്ചു. മേ ബി അതിനെപ്പറ്റി പറയും. അപ്പോൾ അനന്തിന്റെ അമ്മയെ കണ്ട് എനിക്കത് അച്ഛനും അമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അനന്തിന്റെ വീട്ടിലെത്തി. പ്രത്യേകിച്ച് എന്റെ അമ്മയും എന്റെ പെങ്ങളും എന്റെ ഭാര്യയ്ക്ക് എടുത്ത് പറഞ്ഞു ക്ഷമ ചോദിക്കേണ്ട വീട്ടിൽ കയറുന്നത് പറഞ്ഞിട്ട് പേഴ്സണലി എനിക്ക് തോന്നി അത് ശരിയല്ല പരാമർശം. കുറച്ച് മുമ്പ് ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വായി തോന്നി വിളിച്ച് പറയുമായിരുന്നു. മേ ബി നമുക്ക് ലൈഫ് ആകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം. അപ്പോൾ വായി തോന്നിക്ക് വിളിച്ച് പറയുന്നുള്ള കാര്യം സിജോ സമ്മതിച്ചു. അപ്പോൾ സിജോയും വായി തോന്നിയത് എന്തോ മറ്റേടത്ത് അങ്ങനെ എന്തോ വാക്കാ പറഞ്ഞത്. മനസ്സിലുണ്ടാവണം. അനന്തിന്റെ അമ്മയെ കണ്ടു, അനന്തിനെ നേരിട്ട് കണ്ടു. എനിക്ക് അനന്തിനോടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ. ഞാൻ അത് സംസാരിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ആ സംസാരത്തിലൊടുവിലാണ് ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്നത്. അനന്തിന്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും സിജോന്റെ ഫാമിലിക്ക്, അപ്പം ഭാര്യ ആണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും സിജോയ്ക്കാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഞങ്ങൾക്ക് ഇതൊരു പറയുന്നതാണ്, റിയലി സോറി. ഇനി എന്താ പറയാ, ഇനി വീട്ടിൽ വന്ന് ഇതുപോലെ പറയണമെന്നാണെങ്കിൽ ഞാൻ അതിനും റെഡിയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അനന്തു സിജോയുടെ അച്ഛനും അമ്മയ്ക്കും സിജോയുടെ വൈഫിനും ഇനി സിജോയ്ക്കും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി എന്ന് അനന്തു പറയുന്നുണ്ട്. പക്ഷെ സിജോ പറയുന്നത് അനന്തുവിന്റെ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടായതിൽ ഞാൻ സോറി ചോദിക്കുന്നു. അപ്പോഴും അനന്തുവിനോട് സോറി പറയുന്നില്ല. അവിടെ ആ സോറി പറയാൻ ഈഗോ സമ്മതിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ആത്മാർത്ഥതയാണ് ഈ സോറി പറച്ചിലുള്ളതെന്ന് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തിലും ഇങ്ങനെ കുറ്റം കാണണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം നമ്മൾ അങ്ങനെ കാണുക തന്നെ വേണം. സിജോയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പബ്ലിക്കിന്റെ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് സിജോ അനന്തുവിന്റെ വീട്ടിലെത്തിയത്. അതല്ലായിരുന്നുവെങ്കിൽ സിജോ മുൻപ് റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോഴോ അല്ലെങ്കിൽ സിജോനെ ഹേർട്ട് ചെയ്ത ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് സിജോ സംസാരിച്ചപ്പോഴും പാരൻസിനെ സ്മരിച്ച വീഡിയോകൾ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആ വീഡിയോ ഒന്നും വെക്കുന്നില്ല. പണ്ട് റോക്കിക്ക് എതിരായിട്ട് സിജോ സംസാരിച്ചപ്പോൾ സിജോ റോക്കിയുടെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 50 അച്ഛന്മാരുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നതൊക്കെ പറഞ്ഞിട്ട്. എന്തുകൊണ്ട് സിജോ റോക്കിയുടെ വീട്ടിൽ പോയിട്ട് സോറി പറഞ്ഞില്ല? എന്നെ ചിന്തിപ്പിച്ച ചോദ്യം അതാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സിജോ എടുത്ത് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നുമില്ല. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എന്താ പറയുക, കോണ്ടന്റ് ചെയ്യുന്ന അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ അതിനകത്ത് ഒന്നുമില്ല. സിജോ നമുക്കൊരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തു, വളരെ ഹെൽത്തി ആയിട്ട് ആ സംഭവം ചെയ്തു അത്രേ ഉള്ളൂ. ഞാൻ പറയായിരുന്നു, ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു കാര്യം എനിക്ക് അനന്ത് മനസ്സിലായി വന്നപ്പോൾ അനന്ത് ചെയ്ത വീഡിയോ അനന്തു വീഡിയോയുടെ ഓരോ വീഡിയോസിന്റെയും അതിന് യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ വെച്ചൊക്കെ നോക്കി വീഡിയോ കുറച്ച് ട്രിം ചെയ്തു. അപ്പോൾ ട്രിം ചെയ്ത വേർഷനൊക്കെ നമ്മൾ അത് മാത്രം യൂട്യൂബിൽ അവൈലബിൾ. അത് കണ്ടപ്പോഴത്തേക്കും എന്റെ പാരൻസിനാണെങ്കിലും എനിക്കാണെങ്കിലും എന്റെ വൈഫിനാണെങ്കിലും എന്റെ ഫാമിലിക്കൊക്കെ ഒത്തിരി ഹേർട്ടായി. അത് എനിക്കത് പറഞ്ഞു പോകുമ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇത് പിരിയുന്നത്. അപ്പോൾ ദേവി ഇത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്റെ സർജറിയും കാര്യങ്ങളും എന്റെ കുറെ ഇഷ്യൂസ് പേഴ്സണൽ ഞാൻ പറയുന്നത് അത് മേ ബി അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടാകുമ്പോഴായിരിക്കാം അതിന്റെ പേര് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. ആണല്ലോ, അനന്തുവിന് പോലും ഉറപ്പില്ല, വിശ്വാസമില്ല. ആണല്ലോ അല്ലേ, നാളെ ഇനി വീണ്ടും ഇത് പറഞ്ഞിട്ട് എയർ കയറ്റില്ലല്ലോ അല്ലേ. പക്ഷേ സിജോ അനന്തിനെ വീണ്ടും എയർ കയറ്റുള്ള വകുപ്പ് ഉണ്ടാക്കിയിട്ടു. ഇവിടെ സിജോ പറയുന്നൊരു വാചകമുണ്ട്, അനന്തു ചെയ്ത ചില വീഡിയോസ് അത് സിജോയ്ക്കും സിജോയുടെ ഫാമിലിക്കും ഹേർട്ടായി. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അനന്തു ചെയ്ത വീഡിയോസ് കുറെ കാലം കഴിയുമ്പോൾ അനന്തു അത് ഡ്രിം ചെയ്യും.
അതായത് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കളഞ്ഞിട്ട് തമ്മിലൊക്കെ കളഞ്ഞിട്ട് ആ വീഡിയോ ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രം, ഇപ്പോൾ 10 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ 20 മിനിറ്റ് വീഡിയോ ഒക്കെ ആണെങ്കിൽ അതിന്റെ 1 മിനിറ്റ് 2 മിനിറ്റ് ഇട്ടിട്ട് ബാക്കി എല്ലായിടത്ത് കളയാറുണ്ട്. ഇത് സിജോ അനന്തുവിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്, അത് അനന്തുവിനെ ബോധിപ്പിച്ച കാര്യമാണ്. പക്ഷേ പിന്നെ സിജോ ഇത് വന്ന് സിജോയുടെ കാറിനകത്ത് കയറി ഇരുന്ന് പറയേണ്ട കാര്യം എന്തായിരുന്നു? അങ്ങനെ ആ ഒരു വിഷയം അവിടെ പൂർണ്ണമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഇനിയും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ കാര്യങ്ങൾ അതൊന്നും വേണ്ടെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അനന്തുവിന്റെ ആഗ്രഹം തന്നെയാണ്. ഞാൻ ഈ ഫുട്ടേജ് ആടിയത് വേറെ വേണ്ടിയിട്ടല്ല. ഞാൻ അനന്തുമായിട്ടുള്ള വീഡിയോക്കകത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അനന്തു ചെയ്ത വീഡിയോയിൽ ട്രിംഡ് ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിൽ ട്രിം ചെയ്തിട്ടാണ് അനന്തു പിന്നീട് ഇപ്പോൾ യൂട്യൂബിൽ ആ വീഡിയോസ് കാണപ്പെടുന്നത്. മേ ബി അത് എല്ലാവർക്കും മനസ്സിലായി കാണത്തില്ല. ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനൽസ് ഉള്ള അവർക്ക് മനസ്സിലാവും പെട്ടെന്ന്, മറ്റുള്ള സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം അവർക്ക് ടെക്നിക്കൽ ടേംസ് ഒന്നും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, കാരണം സാധാരണ പ്രേക്ഷകരാണല്ലോ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നത്, അവരുടെ അറിവിലേക്ക് ഞാൻ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിക്കുകയാണ്. അനന്തു വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് വെച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ, ബിഗ് ബോസ് ഞാൻ സമയത്ത് വീഡിയോസ് ചെയ്യുമ്പോൾ എന്നെ വിമർശിച്ചിട്ടുണ്ട്, നല്ലത് പറഞ്ഞിട്ടുണ്ടാവും. അത് ഗെയിമിന്റെ ഭാഗമാണ്, അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ബിഗ് ബോസ് ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്റെ സർജറി സമയത്ത് അനന്തു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്റെ എൻഗേജ്മെന്റിന്റെ അന്ന് മറ്റേ ഞാൻ ഋഷിയുടെ കല്യാണത്തിന് പോയ ആ ദിവസത്തിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ കല്യാണ നിശ്ചയത്തിന്റെ അന്നാണ് ആ വീഡിയോ ചെയ്യുന്നത്. അനന്തു ആ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും 10 മിനിറ്റ് ലെങ്ത് ഉണ്ടാവും ഒരു വീഡിയോയ്ക്ക്. പിന്നീട് അനന്തു എനിക്ക് പറഞ്ഞ എക്സ്പ്ലനേഷൻ, സിജോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സിജോയുടെ തമ്പനയിലകത്ത് ആ വീഡിയോക്കകത്ത് സിജോയുടെ തമ്പനയിൽ ഫോട്ടോ ഉണ്ടാവും, ടൈറ്റിലകത്ത് സിജോയുടെ പേരുണ്ടാവും. ഇത് ഓൾറെഡി അനന്തിനോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അനന്തിന് അത് മനസ്സിലാവുകയും ചെയ്തു. അനന്ത് ഓക്കെ, ഞാനത് ക്ഷമ ചോദിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. അതാണ് ആദ്യം അനന്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കോണ്ടന്റിൽ, ഞാൻ പറഞ്ഞ വാക്കുകളിൽ സിജോക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ സിജോയുടെ ഫാമിലിക്ക് ആർക്കെങ്കിലും ഇൻക്ലൂഡിങ് സിജോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു എന്ന് അനന്ത് അവിടെ പറഞ്ഞു കഴിഞ്ഞു. സിജോ പറയാൻ പോയ സോറി അല്ലെങ്കിൽ സിജോ വീട്ടുകാരോട് സോറി പറയാൻ പോയത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇത്രയും പോർഷന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അതാ പറഞ്ഞത്. സിജോയുടെ സോറി പറച്ചില്ല ഒരു ആത്മാർത്ഥതയും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഭാഗം വന്നപ്പോഴാണ്. ആ വീഡിയോക്കകത്ത് സിജോ പറയുന്ന എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. പിന്നെ 2-3 മാസം കഴിയുമ്പോൾ ഞാൻ ആ വീഡിയോ ഇനി ആരും കാണത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആ വീഡിയോ കട്ട് ചെയ്ത് 1 മിനിറ്റോ 2 മിനിറ്റോ ആക്കി മാറ്റും. 10 മിനിറ്റുള്ള വീഡിയോ അനന്തു 1 മിനിറ്റോ 2 മിനിറ്റോ ആകുമ്പോൾ എന്റെ വീഡിയോസ്, എന്റെ മുഖം കാണിക്കുന്ന എന്റെ വീഡിയോസ് അവിടെ ഉണ്ടാവില്ല, എന്റെ പേര് ഉണ്ടാവില്ല, കട്ട് ചെയ്ത് മാറ്റും. ഞാൻ നോക്കുമ്പോൾ ആ വീഡിയോ പിന്നീട് കാണുന്നത് എന്നെ വ്യക്തിപരമായിട്ട് അനന്തു അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ എന്നെ പറ്റി വളരെ മോശപ്പെട്ട, ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. അനന്തു ശരിക്കും ഒരു പഠിച്ച കള്ളനാണ്. യൂട്യൂബിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അരച്ച് കലക്കി കുടിച്ച് നിൽക്കുന്ന ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാനൊന്നും ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യമാണ്, പണ്ട് ചെയ്ത വീഡിയോ അത് ഇത്രയും നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇൻകം വന്നു കഴിയുമ്പോൾ അതിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ ഭാവിയിൽ അത് നമുക്ക് തലവേദനയായിട്ട് മാറില്ല. അപ്പോൾ എത്ര ലെവലിൽ ചിന്തിച്ചിട്ടാണ് അനന്തു ഇത് ചെയ്തു വരുന്നത് എന്നുള്ളത് ഞാൻ ആലോചിക്കുകയാണ്. എനിവേ അത് അനന്തുവിന്റെ സേഫ്റ്റി പ്രിക്കോഷൻ എടുക്കുന്നതാണ്, അത് മനസ്സിലാക്കാം. എന്തായാലും ഈ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, 2 യൂട്യൂബേഴ്സ് തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുന്നു. അതിലൊരാൾ മറ്റേയാളുടെ പാരൻസിനെ പറയുന്നു. ജനങ്ങളെതിരായത് കൊണ്ട് മാത്രം, ഞാനത് വീണ്ടും ആ വാക്ക് എടുത്തു പറയുകയാണ്, ജനങ്ങളെതിരായത് കൊണ്ട് മാത്രം അനന്തുവിന്റെ വീട്ടിൽ പോയി സിജോ സോറി പറഞ്ഞു. അതും പാരന്റ്സിനോട് മാത്രം. അനന്തിനോട് സോറി പറഞ്ഞായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല. പാരന്റ്സിനോട് സോറി പറഞ്ഞു. പക്ഷെ അനന്തു തിരിച്ച് സിജോയോടും സിജോയുടെ പാരന്റ്സിനോടും വൈഫിനോടും സോറി പറയുന്നു. വേണമെങ്കിൽ വീട്ടിൽ വന്ന് സോറി പറയാൻ അനന്തു തയ്യാറാണെന്നും പറയുന്നു. ആ മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. സിജോ ആത്മാർത്ഥമായിട്ടാണോ സോറി പറഞ്ഞത്, അതോ സിജോയ്ക്ക് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണോ സോറി പറഞ്ഞത്?